സനോജ, മഴ വരും എന്നാണോ കോട്ടയത്ത്? രാവിലെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ലൈവ് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൈവ് നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ മഴ പൊതുവേ കുറവാണ്. രാത്രിയിലൊക്കെ ഒറ്റപ്പെട്ട ചാറ്റൽ മഴയായിരുന്നു. ഇന്ന് 24, 25, 26 തീയതികളിൽ കോട്ടയത്ത് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 27-ാം തീയതി യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അതായത് 115.6 മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് അതിശക്തമായ മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓറഞ്ച് അലേർട്ട് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പൊതുവേ ഇപ്പോൾ തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഉള്ളതെങ്കിലും ഒറ്റപ്പെട്ട സമയങ്ങളിൽ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. രാത്രിയിൽ പലയിടങ്ങളിലും ചാറ്റൽ മഴ ശക്തമായി പെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രതിനിധികളായിട്ടുള്ള പല പ്രദേശത്തെ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റ് അനിഷ്ട സംഭവങ്ങളോ കാര്യമായ പ്രശ്നങ്ങളോ ജില്ലയിൽ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വരും മണിക്കൂറിൽ ശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം ശക്തമായ കാറ്റ് പത്തനംതിട്ട ജില്ലയിൽ വീശിയടിച്ച കാറ്റ് പോലെ തന്നെ കോട്ടയം ജില്ലയിലും അതിശക്തമായ കാറ്റ് പലയിടങ്ങളിലും ഉണ്ടായി. എന്നാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കോട്ടയം കുമളി ദേശീയപാതയിൽ പാറത്തോടിന് സമീപത്ത് മരം കടപുഴകി വീണ് ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയാണ് ആ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടത്. നിലവിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. വരും മണിക്കൂറിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശരത്ത്, പ്രേക്ഷകർ മനസ്സിലാക്കി കാണും സനോജിൻ്റെ രാവിലത്തെ ഒരു സങ്കടം. അതായത് പല സ്ഥലത്തും നല്ല മഴയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും മഴയുള്ള ജില്ലകളിലേക്ക്, അവിടുത്തെ ബ്യൂറോകളിലേക്കായിരിക്കും വിളി പോവുക. നമ്മൾ സേഫാണ്, കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ടും ഈ ന്യൂസ് ഡെസ്കിലുള്ളവരുടെ ഒരു കുഴപ്പം അതാണ്. കാരണം ഇതൊക്കെ വരുമ്പോൾ എല്ലാവരെയും വിളിക്കാമല്ലോ, എല്ലാവരെയും അലർട്ടാക്കാം, ജാഗ്രതയാക്കാം. അങ്ങനെ ആരും അങ്ങനെ കിടന്നുറങ്ങണ്ട എന്ന് രാവിലെ 5 മണിക്ക് ജോലി ആരംഭിക്കുന്ന മനുഷ്യർക്ക് ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് അതിൽ പെട്ടുപോയി സനോജ് എന്നുള്ളതാണ് സനോജിൻ്റെ ആദ്യ നിരാശ. അത് മറച്ചു വെക്കാതെയാണ് സനോജ് സംസാരിച്ചു തുടങ്ങിയത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ഇന്ന് രാവിലെ ലൈവ് തരേണ്ടി വരും മഴയില്ലാത്തതുകൊണ്ട്? മൂടിപ്പോച്ച് കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പം രാവിലെ മഴയുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ച് രാവിലത്തെ മഴ അപ്ഡേഷൻ നൽകണമെന്ന് നിരന്തരമായി വിളിച്ചു പറയുമ്പോൾ പിന്നെ നൽകാതിരിക്കാൻ പറ്റത്തില്ലോ. പിന്നെ ഉറക്കമൊക്കെ മാറ്റി വെച്ച് അങ്ങ് ഉണർന്ന്. ഇതിപ്പോൾ കോട്ടയംകാരുടെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഒരു കോട്ടയംകാരൻ സാധാരണ ഇവിടെ വന്ന് നിന്ന് ഗുഡ് മോർണിംഗ് കേരളം ചെയ്യേണ്ടതാണ്. മഴ മാനത്ത് കണ്ടപ്പോഴേ ആൾ സ്കൂട്ടായിട്ടുണ്ട്. പേര് പറയാമോ? മനു, ഞാൻ തന്നെ പേര് പറഞ്ഞല്ലോ. സനോജ്, പ്രേക്ഷകർക്കറിയാം മനുവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആളെ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് മഴയുണ്ടോയെന്ന് വിളിച്ച് ചോദിച്ച് രാവിലെ 6:30 ലൈവ് വേണമെന്ന് പറഞ്ഞ് വിളിച്ച് എഴുന്നേൽപ്പിച്ചത്. അതെ, എന്നെയും അങ്ങനെ തന്നെയാണ് ചെയ്തത്. വരുമല്ലോ അല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അതല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്ന് ന്യായമൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഏതായാലും കോട്ടയത്തുകാർ 2 പേരാണ് രാവിലെ ഈ പറഞ്ഞ പോലെ മഴയത്തൊന്നും മാറി നിൽക്കുന്നത്, സനോജും അതുപോലെ മനുവും. പക്ഷേ മഴ ഉടനെത്തും. അത്തരം ഒരു സാഹചര്യത്തിലൂടെ കോട്ടയം കടന്നു പോവാണ്. അപ്പോൾ ഏതായാലും മഴ പെയ്യട്ടെ സനോജ. ആ മഴയത്ത് നമുക്ക് കൂടുതൽ റിപ്പോർട്ടുകളായിട്ട് വീണ്ടും കാണാം. ഓക്കെ.